ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. നമുക്കൊരു ഫംഗ്ഷനും ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയായിട്ട്, വെഡിങ് പോലെയുള്ള ഫംഗ്ഷനും നമുക്ക് വേണമെങ്കിൽ ഡ്രേപ്പ് ചെയ്യാം. കാരണം വളരെ കംഫർട്ട് വൈസും വളരെ സ്റ്റൈലിഷ് ലുക്കിലും നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ബ്ലാക്കും നല്ലൊരു മെറൂണിഷ് റെഡും കൂടിയുള്ള കോമ്പിനേഷനാണ്. ഒരു ചില്ലി റെഡ് ആണ് കോമ്പിനേഷൻ വരുന്നത്. അതിൽ ബാത്തിക് ഡിസൈൻസും വരുന്നുണ്ട്. ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ഗോൾഡൻ ജെറി ഒരു വുവൺ പാറ്റേണിലാണ് സാരി വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക. സാരിയുടെ ഫുൾ സാരി ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. ജോർജറ്റ് ആണ് ഫാബ്രിക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ബോഡി ഷേപ്പിനനുസരിച്ച് നല്ല ഒതുങ്ങി നിൽക്കുന്ന, ബോഡി ഹാക്കിംഗ് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് മെറ്റീരിയൽ. ഹൊറിസോണ്ടൽ ആയിട്ട് ആ ഒരു ഗോൾഡൻ ജെറി ലൈൻസും ബാത്തിക് ഡിസൈൻസും ആണ് സാരിയുടെ മെയിൻ ഹൈലൈറ്റ്. ഈ ഒരു പാറ്റേണിലാണ് ബോഡിയിൽ ആ ഒരു ജെറി വുവൺ പാറ്റേൺസ് വരുന്നുണ്ട്. ഒരു റെഡില് വൈറ്റ് ആൻഡ് റെഡിലായിരിക്കും ബോർഡർ വരുന്നത്. അതിലും അതേ ആ ഒരു ജെറി വുവൺ പാറ്റേൺസ് ആണ് വരുന്നത്. മുന്താണി ആ ഒരു ബാത്തിക് പ്രിന്റിൽ തന്നെ സാരിയുടെ പല്ലു വരുന്നത്. ഇതിന് റണ്ണിങ് ആണ് ബ്ലൗസ് വരുന്നത്. സെയിം ഇതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും വിത്ത് ബ്ലൗസ് വരുന്നത്. അതെല്ലാം നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് ഡ്രേപ്പ് ചെയ്യാം, ആ ഒരു ചില്ലി റെഡ് ഡ്രേപ്പ് ചെയ്യാം. ആ ഒരു റണ്ണിങ്ങിനേക്കാൾ എപ്പോഴും നല്ലത് ഒരു സിംഗിൾ കളർ ബ്ലൗസ് ആയിരിക്കും നല്ലത്. റണ്ണിങ് എടുക്കുമ്പോൾ കുറച്ചൊരു ക്രൗഡഡ് ആയിരിക്കും സാരി. ബ്യൂട്ടിഫുൾ പല്ലു. സെയിം അതേ സ്റ്റൈലിൽ തന്നെ ബ്ലാക്ക് ജോർജറ്റ് ആണ്, പ്യോർ ജോർജറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ബ്ലാക്കിൽ നല്ലൊരു ഡീപ്പസ്റ്റ് മെറൂൺ ആണ് കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. സെയിം സ്റ്റൈൽ അതേ ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ ഗോൾഡൻ ജെറിയിലുള്ള ആ ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള വുവൺ ഡിസൈൻസ് വരുന്നുണ്ട് ബോഡിയിൽ വിത്ത് ബാത്തിക് ബോർഡർ. അപ്പോൾ ബോർഡർ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ ബോർഡർ വരുന്നത് രണ്ട് സാരിക്കും. മുന്താണി ആ ഒരു ഡീപ്പസ്റ്റ് മെറൂണിലാണ് സാരിയുടെ പല്ലു വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് വരുന്നത് സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. സൂപ്പർ നെറ്റ് കോട്ട കളർ പറയുകയാണെങ്കിൽ ലാവൻഡർ പിങ്ക്, ബേബി പിങ്കും ലാവൻഡറും കൂടി ചേർന്ന് വരുന്നത് നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ കളർ പാലറ്റിലാണ്. കാന്ത വർക്കിലാണ് ബോർഡർ വരുന്നത്. ബോർഡർ മുന്താണി എല്ലാം നല്ലൊരു ഡിഫറെൻറ്റ് ലുക്കിലാണ് വരുന്നത്. ഒരു കാന്ത സ്റ്റിച്ചിലായിരിക്കും ഡബിൾ സൈഡും അപ്പർ ആൻഡ് ലോവർ ഇതേ സ്റ്റൈലിൽ തന്നെ വന്നിട്ട് മുന്താണി വരുമ്പോൾ ആപ്ലിക് വർക്ക് ആൻഡ് കാന്ത വർക്കിലായിരിക്കും സാരിയുടെ പല്ലു. ഒരു കലംകാരി പ്രിന്റഡ് പാറ്റേണിലുള്ള ആപ്ലിക് വർക്ക് വന്നിട്ട് അതിൽ ആ ഒരു കാന്ത വർക്കിൻ്റെ ആയിരിക്കും പല്ലു വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും വിത്ത് റണ്ണിങ് ബ്ലൗസ്. അതേ കാന്ത വർക്കാണ് ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു ടീൽ ഗ്രീൻ ആണ്, ഒരു അക്വ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇതിലും അതേ സ്റ്റൈലിൽ തന്നെയാണ് കാന്ത വർക്ക് തന്നെയായിരിക്കും വരുന്നത്. ബോർഡർ വരുന്നത് കാന്ത സ്റ്റിച്ചിൽ തന്നെ. ടീൽ ഗ്രീൻ ആൻഡ് മെറൂണിലാണ് കാന്ത വർക്ക് വരുന്നത് സാരിയിൽ. സൂപ്പർ നെറ്റ് കോട്ടയാണ് ഫാബ്രിക്. ഇതിൽ വരുമ്പം ട്രയാങ്കിൾ മോട്ടീവ്സിലാണ് ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഒരു കാന്ത വർക്കും ആ ഒരു കലംകാരി പ്രിന്റിലായിരിക്കും ആപ്ലിക് വർക്കിന്റെ പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് സാരി സോഫ്റ്റ് പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ കളർ. ബേബി പിങ്കിലും ബ്ലാക്ക് ആൻഡ് പിങ്കിലാണ് കാന്ത വർക്ക് വരുന്നത്. ഈ ഒരു ബോർഡർ ആയിരിക്കും ബേബി പിങ്ക് ആൻഡ് ബ്ലാക്ക്. ഇതിൽ സർക്കുലർ മോട്ടീവ്സിലായിരിക്കും ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നത്. കലംകാരി ഡിസൈൻ വിത്ത് കാന്ത സ്റ്റിച്ചിലായിരിക്കും മുന്താണി. ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിൽ സെയിം അതേ ആ ഒരു വർക്കിൽ കാന്ത വർക്കിൽ തന്നെ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവ് വരിക. നെക്സ്റ്റ് കളർ ലൈറ്റ് ചിക്കു ആണ്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ കാന്ത വർക്ക് തന്നെ ആയിരിക്കും ബോഡി വരുന്നത്. സൂപ്പർ നെറ്റ് കോട്ട തന്നെ ഫാബ്രിക്. ട്രയാങ്കിളിലാണ് ആപ്ലിക് വർക്ക് വരുന്നത് സാരിയിൽ. ട്രയാങ്കിൾ വർക്കും ഒരു കാന്ത സ്റ്റിച്ചിലായിരിക്കും പല്ലു വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേൺ എല്ലാം മാറിയിട്ടുണ്ട്. ഹാൻഡ് വർക്കിൽ വരുന്ന സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ. ഗ്രീൻ ആണ് സാരിയുടെ കളർ. അതിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. ഒരു ഗ്രീൻ ആൻഡ് ബ്രൗൺ ആ ഒരു ടോണിൽ ബുള്ളി നോട്ട്സിന്റെ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടായിരിക്കും ഒരു ഹാൻഡ് വർക്ക് വന്നിട്ട് സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. മുന്താണിയിലും സെയിം സ്റ്റൈലിൽ തന്നെ ഈ ഒരു പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. സാരിയുടെ പല്ലു. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ വന്നിട്ട് എൻറ്റയർ സാരിയിലും ഇതേ ആ ഒരു മോട്ടീവ്സ് തന്നെ ആയിരിക്കും ഫുൾ ബോഡി വരുന്നത്. ബ്ലൗസ് വരുന്നത് ആ ഒരു ജക്കോട്ട് വീവിലാണ്. ജക്കോട്ട് പാറ്റേണുള്ള റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസിന്റെ സ്ലീവിലും സെയിം ആ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. സെയിം കളർ പാലറ്റ് സെയിം തന്നെ കേട്ടോ. ആ ഒരു ഹാൻഡ് വർക്കിന്റെ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ഗ്രീൻ തന്നെയാണ്. ഗ്രീനിന്റെ തന്നെ ഡിഫറെന്റ് ടോണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ഒരു ലൈറ്റ് ടീൽ ഗ്രീൻ ആൻഡ് ബോട്ടിൽ ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലായിരിക്കും ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത് ഫുൾ സാരിയിലും. അതിലും ഒരു വാട്ടർ ഗോൾഡ് സ്വീക്കൻസ് വർക്ക് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് മുന്താണിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക സാരി. ആ ഒരു ജക്കോട്ട് വീവിൽ തന്നെയായിരിക്കും. ജക്കോട്ട് ബ്ലൗസ് വന്നിട്ട് ആ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്നത്.
നെക്സ്റ്റ് കളർ മെറൂൺ ആണ് സാരിയുടെ ഷെയ്ഡ് കേട്ടോ. മെറൂണിലും അതേ സ്റ്റൈലിൽ തന്നെ, മെറൂൺ ടോണിൽ തന്നെയായിരിക്കും സാരിയിലെ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സും അതിലൊരു സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട്. പല്ലു ഈ ഒരു പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ഒരു ജക്കൗട്ട് വീവ് വന്നിട്ട് അതിലൊരു ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ ജക്കൗട്ട് വീവിൽ ഫുൾ ഹാൻഡ് വർക്കിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ബോർഡർ ഇല്ല, എല്ലാ സാരീസും വിത്തൗട്ട് ബോർഡറാണ് വരുന്നത്. നെക്സ്റ്റ് സാരി ഡോള സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഐവറി ക്രീമും നല്ലൊരു മെറൂണും കൂടിയുള്ള കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. വിത്ത് ഒരു ബനാറസി സ്റ്റൈലുള്ള ബോർഡറാണ് സാരിക്ക് വരുന്നത്. വെർട്ടിക്കലായിട്ട് തന്നെ സാരിയിൽ ഒരു വുവൺ ഡിസൈൻസും വരുന്നുണ്ട്. ഒരു തിൻ ഗോൾഡൻ സെറിയിലുള്ള വുവൺ പാറ്റേണിലാണ് സാരിയുടെ ബോഡിയുടെ ടെക്സ്ചർ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഒരു അജ്രക് ഡിസൈൻസ് വന്നിട്ട് അതിൽ ആ ഒരു ബനാറസി സ്റ്റൈലുള്ള നല്ല പാറ്റേണിലാണ്, ഒരു മെറൂണിഷ് റെഡിലാണ് ബോർഡർ വരുന്നത്. സോഫ്റ്റ് ഡോള സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ. ഈ ഒരു ടെക്സ്ചറിലുള്ള സാരി വരുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. വിത്ത് അജ്രക് പല്ലു. ഇതായിരിക്കും സാരിയുടെ മുന്താണി. ആ ഒരു ട്രഡീഷണൽ അജ്രക് പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ പല്ലു വരുന്നത്. അജ്രക്കിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസ്. സെയിം കളർ പാലറ്റ് തന്നെ ആ ഒരു കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ബ്ലാക്കിലാണ് ആ ഒരു ബനാറസി ബോർഡർ വരുന്നത്. ബാക്കി എല്ലാം സെയിം തന്നെ. ഗോൾഡൻ ജെറിയിലുള്ള തിൻ സ്ട്രൈപ്പ് ഡിസൈൻസ് ആണ് സാരിയുടെ ബോഡി വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ ഷോർട്ട് ആൻഡ് ലോങ് പാറ്റേണിൽ അജ്രക് പാറ്റേണും ആ ഒരു ബനാറസി ബോർഡറും കൂടി ആയിരിക്കും. രണ്ട് സൈഡിൽ ബോർഡർ വന്നിട്ട് വിത്ത് അജ്രക് പല്ലു, ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വന്നിരിക്കുന്നത്. പേൾ ക്രീം തന്നെയാണ് സാരിയുടെ ബേസ്. പേൾ ക്രീം മസ്റ്റേർഡ് യെല്ലോ ആണ്. മസ്റ്റേർഡ് യെല്ലോ എന്ന് പറയുമ്പോൾ ഒരു മാംഗോ യെല്ലോ ബ്ലെൻഡഡ് മസ്റ്റേർഡ് യെല്ലോ ആണ് ആ ഒരു കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. അതിലും അജ്രക്കിൽ തന്നെയായിരിക്കും ബോർഡർ വന്നിട്ട് വിത്ത് ബനാറസി സ്റ്റൈൽ വെർട്ടിക്കൽ സ്ട്രൈപ്പ് ഡിസൈൻസ്. പല്ലു അതേ അജ്രക്കിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണി വിത്ത് ബ്ലൗസ്.